ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. അപ്പോൾ നമുക്കിന്നൊന്ന് പൊന്മുടി വരെ പോയാലോ? അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പൊന്മുടി വരെ പോയാലോ? നിങ്ങളും വായോ. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലമാണ് കേട്ടോ, ദേവീക്ഷേത്രമാണ്. ഇപ്പം അടുത്തിടെ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിതുര വഴിയാണ് പോയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 33 കിലോമീറ്റർ ഉണ്ട് പൊന്മുടിയിലോട്ട്. സമയം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 hour എടുക്കും ഇവിടെ നിന്ന് അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 4 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. അപ്പോൾ വാമി നമ്മുടെ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാണ്. വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവൾ ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. ഒരുപാട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യായിരുന്നു പൊന്മുടിയിലോട്ട് പോകണമെന്ന്. ഞാൻ ഒരു തവണ പോയിട്ടുള്ളൂ, ഇത്രയും അടുത്ത് ആയിട്ട് കൂടി. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു. ഏകദേശം വിതുരയൊക്കെ എത്താറായപ്പോഴത്തേക്ക് മഴ തുടങ്ങി. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ യാത്ര കുളമാവോ എന്നൊരു പേടി നമുക്കുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വിതുരയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് അങ്ങ് മഴ തുടങ്ങി. അപ്പോൾ നമ്മൾ പൊന്മുടിയിലോട്ട് തിരിയുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പം നമ്മൾ പോകുന്നതിനിടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു. എനിക്ക് ഈ മോഷൻ സിക്നെസ്സിൻ്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, അതായത് നമ്മുടെ ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് കാറിലൊക്കെയാണ് AC ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് തലവേദന, വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ മുട്ടായി എന്തെങ്കിലും വായിക്കത്തിട്ടിരിക്കുമ്പോൾ അതിനൊരു താൽക്കാലിക ശമനം കിട്ടും. അങ്ങനെ അച്ഛൻ ഇറങ്ങിയിട്ട് കുറച്ച് മുട്ടായി വാങ്ങി. അപ്പോൾ അത് കിട്ടിയ ഉടനെ ഒരെണ്ണം ഞാനങ്ങ് അകത്താക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. അപ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരിങ്ങനെ കാണിക്കുകയാണ് അപ്പുറത്ത് പോയി പാസ് എടുക്കണമെന്ന്. അപ്പുറത്ത് ആ ഒരു ബിൽഡിങ്ങിലാണ് പാസ് എടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇറങ്ങി പാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേട്ടൻ പാസ് എടുത്തിട്ട് വന്നു. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ പെർ ഹെഡ്. മൊത്തത്തിൽ നമുക്ക് 200 രൂപയായി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ഹെയർ പിന്ന് കയറാനായിട്ട് പോവുകയാണ്. മൊത്തത്തിൽ ഒരു 22 ഹെയർ പിന്നാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ കുരങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഒരുപാട് കുരങ്ങന്മാരെ ഈ സൈഡുകളിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ആകെ ഒരെണ്ണത്തിനെയാണ് കേട്ടോ കണ്ടത്. നമ്മളങ്ങോട്ട് പോകുന്തോറും ക്ലൈമറ്റ് ആ മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലായി തുടങ്ങി. വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തേയിലയൊക്കെ തൂക്കി വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ, കച്ചവടത്തിന് കൊണ്ടുപോകാനായിട്ട്. ഇനി നമ്മുടെ പൊന്മുടിയെ പറ്റി പറയുകയാണെങ്കിൽ, പടിഞ്ഞാറൻ ചുരത്തിൻ്റെ ഭാഗമായ പൊന്മുടി നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പുൽമേടുകൾ നിറഞ്ഞ മനോഹരമായ കുന്നുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഉയരം കൂടിയ പ്രദേശമായതിനാൽ തന്നെ വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇവിടെ മൂടൽമഞ്ഞാണ്. പൊന്മുടിയിലോട്ടുള്ള യാത്രയിൽ 22 ഹെയർ പിൻ വളവുകളാണുള്ളത്. ഓരോ വളവും ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് ആണ് കേട്ടോ നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് വാങ്ങിയ സ്ലിപ്പ് ഇവിടെ കാണിക്കണം. ഇവിടെ കാണിച്ചാൽ മാത്രമേ അവർ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ആ സ്ലിപ്പ് നമ്മളിവിടെ കാണിക്കുകയാണ്. കാണിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് പോയി. നമ്മളങ്ങ് എത്താറായപ്പോഴത്തേക്ക് വീണ്ടും ചാറ്റൽ മഴ തുടങ്ങി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പൊന്മുടി എത്തി. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷനും കൂടെ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇനി ഇറങ്ങാൻ പറ്റുമെന്ന് തന്നെ അറിയാതെയാണ് കേട്ടോ നമ്മൾ നിന്നത്.
അപ്പോൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ മഞ്ഞും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് തന്നെ വെറുതെ വേസ്റ്റ് ആയി പോയി എന്നുള്ള രീതിയിൽ എന്തായാലും കുറച്ച് നടക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ അവിടെ നിന്ന് കോടൽ മഞ്ഞ് ഇറങ്ങി തുടങ്ങി കേട്ടോ. കോട ഇറങ്ങി തുടങ്ങി. അപ്പോൾ കുറച്ച് സന്തോഷമായി. വന്നിട്ട് വേസ്റ്റ് ആയില്ലല്ലോ എന്ന് എഴുതി. ഇനിയുള്ള ഭംഗി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഭംഗി ആസ്വദിക്കുക കേട്ടോ. പിന്നീടായപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് മഞ്ഞുകൊണ്ട് മൂടി കേട്ടോ. അപ്പോൾ വാമിയുടെ ഫസ്റ്റ് ടൈം പൊന്മുടി വിസിറ്റ് അടിപൊളിയായിരുന്നു. വാമി ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഈ യാത്ര. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ ഫ്ലാസ്കിൽ 3 ചായയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ തണുപ്പത്ത് ആ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ ചായയൊക്കെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും നല്ല ചൂട് ചായയും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അത്. അച്ഛനും അമ്മയൊക്കെ തണുത്തിട്ട് നല്ല കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ അവിടെ. വാമി അപ്പോൾ ശരിക്കും ആ മഞ്ഞ് എൻജോയ് ചെയ്യാണ് കേട്ടോ. അവർക്ക് ചൂടൊട്ടും പറ്റത്തില്ല, തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആള് സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടി അതിന്റെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് നന്നായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വണ്ടിയിലോട്ട് പോവാണ് കയറാനായിട്ട്. അപ്പോഴത്തേക്കും അവിടെ മഞ്ഞുകൊണ്ടങ്ങ് മൂടി കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. നമ്മുടെ ഈ മൂന്നാറൊക്കെ ചെന്ന ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കണ്ടില്ലേ, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷൻ. ഈ ഒരു പ്രകൃതിയുടെ ഭംഗി ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ക്യാമറയിൽ കൂടി കാണുന്നതിനേക്കാളും ഒരു 100 ഇരട്ടി ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഒരു ചായക്കടയിൽ നിർത്തിയായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ കോഫി മേടിച്ചു കേട്ടോ. കോഫി വാങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും കുടിക്കുകയാണ്. നല്ല കോഫി ആയിരുന്നു കേട്ടോ അത്. നല്ല മധുരവും കടുപ്പവും എല്ലാം ഉള്ള നല്ലൊരു കോഫി ആയിരുന്നു. അതിനുശേഷം എന്താ കണ്ടില്ലേ, റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞുകൊണ്ട് മൂടിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ വളരെ സ്ലോയിലാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. ഈ യാത്ര ശരിക്കും മൈൻഡിനൊരു റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഇവിടെ ഒരു തവണയെങ്കിലും വരണം കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിലാണ് ഈ പ്ലേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന മിക്കവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.